ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ 2 കറികളുടെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം നമുക്ക് കഞ്ഞിത്തൂവ അല്ലെങ്കിൽ ചൊറിയണത്തിൻ്റെ റെസിപ്പി കാണാം. കയ്യിൻ്റെ പുറനടിയിൽ ഇല വല്ലാണ്ട് തട്ടിക്കാതെ കഴുകിയെടുത്ത് നന്നാക്കി വെക്കുക കേട്ടോ. ഇനി ഇലകളെല്ലാം അരിഞ്ഞെടുക്കുക. ചട്ടിയിൽ 1.5 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം തിളച്ചതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇലകൾ ചേർത്ത് കൊടുക്കും. തിളച്ച വെള്ളത്തിക്കല്ലേ ഇടുന്നത്, പെട്ടെന്ന് ഇലകളൊക്കെ വാടി കിട്ടിക്കോളും. കഞ്ഞിത്തൂവ വേഗം വാടി കിട്ടും കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ കഞ്ഞിത്തൂവ താളിച്ചെടുത്തിട്ടുണ്ട്. ചൊറിയണം, പിന്നെ കൊടിത്തൂവ എന്നും പറയുന്നുണ്ട്. കൊടിത്തൂവ വേറൊരിതും കൂടി ഉണ്ട്. നമ്മളിവിടെ ഇതേപോലെ ചൊറിയുന്നൊരിതിന് തൂവ കൊടിച്ചി പറയും. കഞ്ഞിത്തൂവ താളിപ്പിലേക്ക് വറവിടാം. ചൂടായ എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് നമ്മുടെ താളിപ്പിലേക്ക് ഈ വറുത്തിട്ടത് ചേർത്ത് കൊടുക്കാം. വെന്താൽ ഒട്ടും ചൊറിച്ചിലില്ല കേട്ടോ. ഔഷധ ഗുണമുള്ള കറിക്ക് നല്ല സ്വാദുമാണ്. ഇനി മോരുകറി ഉണ്ടാക്കാം. മോരുകറി ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് സവാളയും 3/4 കപ്പ് തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചട്ടിയിലേക്ക് പകർത്തി വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഉടച്ച് മയം വരുത്താം. എപ്പോഴും കറി കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞൊന്ന് ഉടച്ചു കൊടുത്താൽ എന്താ അറിയോ, നല്ലൊരു യോജിപ്പും ഉണ്ടാവും, ഒരു കുറുകലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ കഷ്ണത്തിൻ്റെ സ്വാദ് നമ്മളെ ഗ്രേവിക്ക് ഇറങ്ങിയും കിട്ടും. ഇങ്ങനെ പറഞ്ഞതൊക്കെ പാചകം പഠിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ, ബാക്കി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. തൈര് 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അത്ര ചേർത്തിട്ടുണ്ട്. പിന്നെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. കറിയിലേക്ക് അരയ്ക്കാൻ വേണ്ടി 1.5 കപ്പ് നാളികേരം ചിരകിയതും 1 ടീസ്പൂൺ ജീരകവും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല കുറുകി യോജിച്ച കഷ്ണങ്ങളിലേക്ക് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. മോരൂട്ടാനിക്കൊക്കെ നല്ലതായിട്ട് അരയണം കേട്ടോ, നല്ല മഷി പോലെ അരയണം. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. നന്നായി തിളച്ച് പൊങ്ങാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിർത്താം. ഇനി കറിയിലേക്ക് വറുത്തിടാം. കടുക് എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. വറുത്തിടുമ്പോൾ ഉലുവയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഈ ഉള്ളിയും തക്കാളിയും വയ്ക്കുമ്പോൾ ഇതിടാറില്ല. കുമ്പളങ്ങ, മത്തൻ, ചേന അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴാണ് ഞാൻ ഉലുവ വറുത്തിടും, കുരുമുളക് പൊടി ഇടും, അങ്ങനെയൊക്കെ ചെയ്യാറ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റൊക്കെ തരണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, സപ്പോർട്ട് ചെയ്യണേ. വറവ് മൂത്ത് പൊട്ടി നമ്മളത് ചേർത്ത ഉടനെ നമ്മൾ ഇളക്കണ്ട കേട്ടോ. കുറച്ച് നേരം നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ ഒക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം.
നിങ്ങൾ ഉള്ളിയും തക്കാളി ഇട്ട് മോരുകറി വെക്കാറില്ലേ? താങ്ക് യു. ബൈ.